നിങ്ങളൊരു റിലേഷനിലോട്ട് പോയി തുടങ്ങി? ആരാ പ്രപ്പോസ് ചെയ്തത്? പ്രപ്പോസ് ചെയ്ത് ഞാനാ. ഓക്കെ, എന്തായിരുന്നു ആ പ്രപ്പോസൽ? എങ്ങനെയാ പറഞ്ഞു? പ്രപ്പോസിലേക്ക് പോയെന്ന് പറഞ്ഞാൽ തൊടുപുഴയിൽ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതാ. തൊടുപുഴയിൽ സ്റ്റാൻഡിൽ വെച്ച് ഞാൻ അപ്പോൾ അന്ന് ഫ്രീ ആയിരുന്നു. അന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ചുമ്മാ കാണാൻ പോയി. വിളിച്ച സമയത്തൊക്കെ ചെന്നു. പിന്നെ എന്നാ പറയുക, കോണ്ടാക്ട് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ പഠിക്കാൻ പോകുമ്പോൾ നേരത്തെ വൈറ്റിലെ വഴിയൊക്കെ ആയിരുന്നു പോയിക്കുന്നത്. അപ്പോൾ ഞാൻ സമയത്തിന് വീട്ടിൽ നിന്നോ ഇതൊക്കെ ചോദിക്കും, ഒരു കെയറിങ് പോലെ. ഞാൻ സെപ്പറേറ്റഡ് ആണ്. അപ്പൊ ഒരുപാട് പേർക്ക് ഒരു കുട്ടിയുണ്ട്, ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ അതിപ്പോ എനിക്ക് ഫുള്ളായിട്ട് പറയാൻ താല്പര്യമില്ല. എല്ലാവർക്കും അറിയാം, ഞങ്ങൾ പബ്ലിക് ആയിട്ട് വീഡിയോസ് എല്ലാം ചെയ്യുന്നേ. അപ്പൊ ആ ഒരു ടൈമില് നമുക്ക് ഒരു കെയറിങ് കാര്യങ്ങളും നമ്മുടെ കാര്യം നമ്മൾ അന്വേഷിക്കേണ്ട ആള് വേണം എന്നൊരു ഇത് വരും. പക്ഷെ പുറത്തെ ആൾക്കാരത് വേറെ തിങ്ക് ചെയ്യാം. ഇപ്പൊ മാറി. എന്നാലും ഒരു കുട്ടിയൊക്കെ ഉണ്ട്, എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് ആൾക്കാർ. അതല്ല ഏഞ്ചലെ, നമുക്കൊരു കുട്ടി ഉണ്ടെന്ന് കരുതിയിട്ട് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്ക് ഒരു സെക്കൻഡ് മാരേജ് ഓപ്ഷൻ ഇല്ലേ? അതെങ്ങനെ അവിഹിതമാകും നമുക്ക്? ഞങ്ങൾ പബ്ലിക്കായിട്ട് വീഡിയോസ് രഹസ്യമായിട്ടൊന്നുമില്ല, പരസ്യമായിട്ട് വീഡിയോസ് ഇടുന്നു. എന്തുണ്ടെങ്കിലും ഞങ്ങള് സോഷ്യൽ മീഡിയയില് ഇൻസ്റ്റാഗ്രാമില് സ്റ്റോറി ഇടുവോ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ആൾക്കാർ ഡൗട്ട്, നിങ്ങൾ മാരീഡ് ആണോ, ആ കൊച്ചു നിങ്ങളുടെയാണോ, അങ്ങനത്തെ ഒരു തോട്ടൊക്കെ കാണത്തില്ല ആൾക്കാർ. അത് പുതിയതായിട്ട് കാണുന്ന പിള്ളേരൊക്കെ, പ്രത്യേകിച്ച് പെൺപിള്ളേര് ആണ്. പെൺപിള്ളേരാണ് പ്രശ്നം. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ചേച്ചിക്ക് ഇപ്പൊ കുട്ടി ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ചേട്ടൻ അത് അക്സെപ്റ്റ് ചെയ്തല്ലേ? എനിക്ക് ഇവളെ വേണം, ഇഷ്ടമാണ്, അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. സോ അതൊക്കെ നൈസ് മൈൻഡ് ആട്ടോ. ഇപ്പം സത്യം കുറെ ആൾക്കാർക്ക് കുട്ടി ഉണ്ടെങ്കിൽ കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആണുങ്ങളുണ്ട്. പക്ഷെ അതൊന്നും വീട്ടിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല, നോക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. പക്ഷെ എന്റെ ബേബി പുള്ളിനെ എല്ലാരും വിളിക്കുന്ന പെപ്പേന്നാ. കൊച്ചു പോലും വിളിക്കുന്ന പെപ്പെ. കൊച്ചു വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ അടുത്ത് തന്നെ ഫുൾ ടൈം കൂടുതൽ. അതെന്താ പെപ്പെ എന്ന് വിളിക്കുന്നത്? അത് ഞാൻ പറയാം. ആന്റണി പെപ്പയുടെ വലിയ ഫാനാണ് പുള്ളി. അപ്പൊ അങ്ങനെ എല്ലാരും വിളിച്ച് പെപ്പെ പെപ്പെ. അതാണോ കയ്യിൽ പെപ്പെ എന്നൊക്കെ ടാറ്റു അടിച്ചിരിക്കുന്നത്? ഇത് കാണുന്ന പെപ്പെ ഒരു പെണ്ണിന്റെ ഇല്ല, ഇത് ഞാൻ ന്യൂ ഇയറിന് എനിക്ക് ഓൾറെഡി കുറെ, ഇതെന്റെ മാരേജിന് മുമ്പുള്ള ഒരു ടാറ്റു ആണ്. കപ്പൽ ടാറ്റു ആയിരുന്നു. ടോം ഉണ്ടായിരുന്നു, ടോം പോയി. അപ്പൊ ചെറിയ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പുള്ളി ഇങ്ങനെ എന്തെങ്കിലും എന്താ പറയുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ സർപ്രൈസ്ഡ് ആയിട്ട് ന്യൂ ഇയറിന്, ഈ വർഷം അല്ലേ, ഈ വർഷം ന്യൂ ഇയറിന് സർപ്രൈസ് ആയിട്ട് അതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടോ അത് ടാറ്റു എന്ന് പറഞ്ഞിട്ട് നോക്കി. ഇപ്പം പെപ്പെ. പുള്ളി ഭയങ്കര ഞാൻ പറഞ്ഞു നെഞ്ചത്ത് എന്റെ പേരിക്കണം. അയ്യോ നെഞ്ചത്ത് പേരോ? ചുമ്മാ എനിക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഓരോരുത്തർക്ക് ഓരോ താല്പര്യങ്ങളല്ലേ. ഞാനിപ്പോ എനിക്കൊരു ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് കിട്ടാത്ത കാര്യങ്ങളെല്ലാം, സ്നേഹം, കെയറിങ്, എന്റെ ജോലി സംബന്ധമായ കാര്യങ്ങളെല്ലാം സപ്പോർട്ടായിട്ട് പുള്ളി നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതല്ലേ വേണ്ടത്. എന്താ പറയാ, ഞാനൊരു സിംഗിൾ മദർ ആണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണ്ട കെയറിങ് കാര്യങ്ങൾ സപ്പോർട്ട്. ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ സപ്പോർട്ടാണ്. ഒരുപാട് വർക്ക്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതിന് പുള്ളിയുടെ സപ്പോർട്ടാണ്. അപ്പൊ നമ്മുടെ അതൊരു ഇഷ്ടം, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. ഇപ്പം ചേട്ടൻ ബെസ്റ്റ് ഡ്രൈവർ ഒക്കെ ആയതുകൊണ്ട് ഒത്തിരി ഗേൾസ് ഫാൻസ് ഒക്കെ കാണുമല്ലോ. കാരണം ഇപ്പൊ കുറെ പെമ്പിളർക്ക് ബെസ്റ്റ് ഡ്രൈവർ ചേട്ടൻ വണ്ടി തിരിക്കുന്നു, ഗിയർ ചേട്ടൻ മാസാണ് കെട്ടുന്നെങ്കിൽ ഇങ്ങനത്തെ ചേട്ടനെ കെട്ടണം എന്നൊക്കെ പറയുന്ന കുറെ പിള്ളേരുണ്ട്. അതും സ്കൂൾ പ്ലസ് 1 പ്ലസ് 2 10 അല്ലേ? അപ്പൊ ഫാൻസ് വരാറുണ്ടോ ബസ്സിലൊക്കെ ഇരിക്കുമ്പോ? പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും വന്നിട്ട്. ഞങ്ങളുടെ കാര്യം അറിയത്തില്ലായിരുന്നു. ഒരു പ്രാവശ്യം വന്നിട്ട് ഇവിടെ കല്ലൂര് ഉണ്ട് കല്ലൂര് എന്തുണ്ടെങ്കിലും 8 ദിവസത്തെ അപ്പൊ പറയേണ്ട അടുത്ത് എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, എടി ഇങ്ങനെ ഒരു കുട്ടി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ റിലേഷൻ ഉണ്ടോ? എന്തിനാന്ന് വെച്ചു. റിലേഷൻ ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആ കുട്ടി വന്നിട്ട് ഞങ്ങളുടെ ബോണറ്റിലെ വീഡിയോ കണ്ടിട്ട്, ഋതുസ് ആയിട്ടാണോ റിലേഷൻ? ആ അതെ. അതിന്റെ പിറ്റേ ദിവസം ആ കുട്ടീനെ കണ്ടിട്ട് ഞാൻ സംസാരിച്ചു, ചേട്ടന് റിലേഷൻ ഉള്ളവരെ അറിയത്തില്ലായിരുന്നു വെച്ചു. ചേച്ചി സോറി, കുഴപ്പമൊന്നുമില്ല, ഞാൻ എല്ലാവരുടെ ഫ്രണ്ട്ലിയാ, എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. ഇല്ല നമ്മൾ എന്ന് സംസാരിച്ചു, കൊച്ചിന് ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കുമല്ലോ പറഞ്ഞു ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ അതാ കേസാണ് വിട്ടു. പിന്നെ ആ കൊച്ചു ബസ്സിൽ വന്നിട്ടില്ല. എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയത്. പിന്നെ ആ കൊച്ച് എനിക്ക് കാണാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ചേച്ചിക്ക് അപ്പൊ ഈ പ്രപ്പോസലൊക്കെ വരാറുണ്ടോ? എനിക്ക് സത്യം പറയാം, പ്രപ്പോസൽ ഒന്നും വരാറില്ല. ഓക്കെ. നേരത്തെ കോമഡി ഉത്സവം അല്ലെങ്കിൽ ഇപ്പം അമൃതയില് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്റ്റാർട്ടിങ് എന്തായിരുന്നു ഇതിലുള്ള ജേർണി? ആദ്യം ഏതിലായിരുന്നു വർക്ക് ചെയ്തത്? ആദ്യം ഞാൻ ഫസ്റ്റ് ഫ്ലവേഴ്സിലായിരുന്നു. അതൊരു 4-5 വർഷമായിട്ടുണ്ട്. ആ ടൈമിലൊക്കെ ഇങ്ങനെ സിനിമ അഭിനയിക്കണം അല്ലെങ്കിൽ ആക്ടിങ് താല്പര്യം ഉണ്ടായിരുന്നു. ചെറുപ്പം പോലെ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഇടക്കാലം
ഏതൊക്കെ പടത്തിലില്ലേ? ഏതൊക്കെ പടത്തിലുണ്ട് ചെറുതായിട്ട് മറ്റേ കേശവനാഥന്റെ അടുത്ത് പറയുന്ന പോലെ ദേ പോണു ഞാൻ ആ തല അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചെറുതൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ആക്ടിങ് എനിക്ക് പറ്റിയ പരിപാടിയല്ല, അതിന് വിട്ടു. പിന്നെ അങ്ങനെ തോന്നിയത് എന്താ പറയാ, റോള് കിട്ടണ്ടേ? എന്റെ കറക്റ്റ് നിങ്ങൾ അവിടെ സൈഡിൽ ഇരുന്ന് ഇതാണ് സൈലന്റ് ഇല്ല. എനിക്ക് സൗണ്ട് ആയിട്ട്, അതായത് നമ്മുടെ സൗണ്ട് വെച്ച് ഐഡന്റിഫൈ എന്താ പറയാ, നമുക്കൊരു ഇത് കിട്ടണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്പോട്ട് ഡബിങ് ഓരോരോ ആൾക്കാരുടെ സൗണ്ട് ഒക്കെ എടുത്തു തുടങ്ങി. അങ്ങനെയൊക്കെ ഇപ്പം നമ്മുടെ ശബ്ദം വെച്ചിട്ട് നമുക്ക് അറിയണം. ഇപ്പൊ ഏഞ്ചലിന്റെ അക്കൗണ്ട് നോക്കി അറിയാം. എന്റെ ഓൺ വോയിസ് വെച്ച് ഒരുപാട് വീഡിയോസ് അല്ലേ, ഒരുപാട് വീഡിയോസ് കത്തിപ്പോയത്. ഞാനൊരു അമൃതയിലൊരു ഷോയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രൈറ്റ് ബസ് തന്നെ കണ്ടന്റ്. അപ്പം അതില് എന്റെ വീഡിയോ ഫസ്റ്റ് ടൈം ആണ്. എന്റെ വീഡിയോ ഒരുപാട് പേരെടുത്ത് കട്ട് ചെയ്തിട്ട് അവര് വണ്ടി ഓടിക്കുന്നതും ഗിയർ മാറുന്നത്. അപ്പൊ നമുക്കത് ഭയങ്കര സന്തോഷം. എന്റെ വീഡിയോ എടുത്ത് അത് വണ്ടിക്കാരിടുന്നുണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി എന്റെ ശബ്ദം ഒരുപാട് പേർക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതി, അല്ലെങ്കിൽ എന്റെ പറയുന്ന ഡയലോഗ് സാധാരണക്കാരെല്ലാരും ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്കത് മതി. അപ്പൊ അതാണ് മനസ്സിലായി. ഇപ്പം റീൽസ് കൂടുതലും വൈറലാവുന്ന കണ്ടിട്ടുള്ള നിങ്ങളുടെ ഹൈറ്റിന്റെ ആണ്. ചേച്ചിക്ക് എത്ര ഹൈറ്റ് ഉണ്ടാക്കി? ഹൈറ്റ് സത്യം പറയാൻ നോക്കിയിട്ടില്ല, നോക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുമില്ല എനിക്ക്. എന്നാലും എത്രയായിരിക്കും ഒരു ഹൈറ്റ്? എനിക്ക് തോന്നുന്നു ഒരു 170 ഉണ്ടാവോ, എനിക്ക് അറിയത്തില്ല. എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് അറിയത്തില്ല. ഞാൻ നോക്കേണ്ട ആ ഒരു ആവശ്യം വന്നിട്ടില്ല. ഓക്കെ. അപ്പോ നിങ്ങൾ ഇതുപോലെ ഹൈറ്റിന്റെ വീഡിയോ ഇടുന്ന സമയത്ത് നെഗറ്റീവ് കമന്റ്സ് വരുമ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മളെ തിരിച്ചു വിടുള്ളൂ. വരുന്ന കമന്റ്സ് കുള്ളൻ അങ്ങനെ ഇങ്ങനെ. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, കാരണം ഞാനിങ്ങനെ പൊതുവെ എല്ലാരും പറഞ്ഞ ഞാൻ ടോപ്പ് ടീമാണ് അങ്ങനെയാണെന്ന്. പക്ഷെ പുള്ളി നേരെ തിരിച്ചാ. പക്ഷെ ഈ ഒരു കമന്റ് വരുമ്പോൾ പുള്ളി ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കും, നെഗറ്റീവ് വരും. പക്ഷെ ഞാൻ എങ്ങനെ, എനിക്ക് ഭയങ്കര പെട്ടെന്ന് വിഷമാവും. ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ സ്പോട്ടിൽ മറുപടി കൊടുക്കും, പിടിച്ച് ബ്ലോക്ക് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള കാര്യം നമ്മൾ എടുത്താൽ പോരെ. അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞ ബ്ലോക്ക് ചെയ്യണതിനകത്തിനേ അങ്ങനെ അതിന്ന് തന്നെ അതിന് റിപ്ലൈ വന്ന് ആൾക്കാർ നോക്കുമ്പോ റീച്ച് ആയി പോകുള്ളൂ. ഓക്കെ. അപ്പം ഫസ്റ്റ് ഒരു ഹൈറ്റിന്റെ വീഡിയോ ഇടുമ്പോ പിന്നെ മൊത്തം നിങ്ങളൊരു ഹൈറ്റ് ഇതായിട്ടുള്ള അതൊരു ഹീൽസ് ഇട്ടോണ്ട് വരുമ്പോ ചേട്ടൻ പറയാം ഹീൽസ് മാറ്റ്. അങ്ങനെ റിയൽ ലൈഫിൽ അങ്ങനെ ഉണ്ടോ? ഹീൽസ് ഇട്ടോണ്ട് വരുമ്പോ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്? അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ ഇടാറില്ല കേട്ടോ. നീ എന്നോട് വരുമ്പോ ഹീൽസ് ഇടണ്ടോ? ഇല്ല, അങ്ങനെ ഇടാറില്ല. ഇല്ല, എന്നോട് ഹീൽസ് ഇടേണ്ട കാര്യം എനിക്ക് വന്നിട്ടില്ല. എന്നെ അറിയാവുന്നവർക്ക് അറിയാം, ഞാൻ എപ്പോഴും ഫ്ലാറ്റ്സ് യൂസ് ചെയ്യാറുള്ളത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ തമാശക്ക് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ ഇച്ചിരി മാറി നിൽക്ക്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഞാൻ ഷൂ യൂസ് ചെയ്യാറില്ല. ഇത് എന്തെങ്കിലും ഒരു പൊക്കത്തിന്റെ എന്തെങ്കിലും കാണിക്കിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പൊ ഓൾറെഡി നമ്മള് റീലൊക്കെ എടുക്കാൻ നേരത്ത് ഷൂ ഇടും. ഞാൻ ജസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ തീരെ പൊക്കം കുറഞ്ഞായി. അത് സത്യം പറഞ്ഞാൽ നല്ല ഹൈ ഡിഫറൻറ് ഉണ്ട്. ചിലർ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എടാ നമ്മള് കളിയാക്കുമല്ലേ ഇങ്ങനെ, അപ്പം നമുക്ക് ഇനി കണ്ടന്റ് ചെയ്താലോ. ആരും ഇതുവരെ അങ്ങനെ കണ്ടന്റ് ചെയ്തിട്ടില്ല. കളിയാക്കൽ തുടങ്ങിയിട്ടാണ് കണ്ടന്റ്. ഞങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഞങ്ങൾ കണ്ടന്റ് ആക്കി ഇപ്പൊ അവസാനം കത്തി കയറി. അപ്പൊ ഞങ്ങളത് ചോദിക്കണോ ചേട്ടാ റീൽ എടുക്കണതല്ലേ? ഞാൻ തന്നെ ഇഷ്ടംപോലെ. പക്ഷെ അതിൽ കൂടുതൽ സംസാരിക്കുന്നില്ല കേട്ടോ, വേറെ ഒന്നുമില്ല. അതെ, ആ റീൽ കാണുന്നത് ശരി, അന്ന് ഞാൻ പതുക്കെ മാറി പോവുള്ളൂ.